ദില്ലി വനിതാ കമ്മീഷനിലെ 223 ജീവനക്കാരെ ലഫ്റ്റനന്റ് ഗവർണർ നീക്കി. മുൻ അധ്യക്ഷ സ്വാതി മലിവാൾ നിയമിച്ചവരെയാണ് നീക്കിയത്. മുൻകൂർ അനുമതി വാങ്ങാതെ നിയമവിരുദ്ധമായ നിയമനമെന്ന ലഫ്റ്റനന്റ് ഗവർണർ. ജിൽബിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജിൽബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? കീർത്തി, ചട്ടവിരുദ്ധ നിയമനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ദില്ലി വനിതാ കമ്മീഷനിലെ 223 ജീവനക്കാരെ ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന പിരിച്ചുവിട്ടിരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് ഇത്തരത്തിൽ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. അതായത് വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും നിലവിലെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എംപിയുമായ സ്വാതി മലിവാളിന്റെ കാലത്ത്, അല്ലെങ്കിൽ സ്വാതി മലിവാൾ നിയമിച്ച 223 ജീവനക്കാരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ പിരിച്ചുവിട്ടിരിക്കുന്ന എല്ലാവരും കരാർ ജീവനക്കാരാണ്. അതായത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ഈ അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾക്ക് അനുസൃതമല്ല നിയമനമെന്ന് കണ്ടെത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരത്തിലൊരു നടപടി എടുത്തതെന്ന് ഇപ്പോൾ ഈ ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ധനവകുപ്പിന്റെയും അതുപോലെ ലഫ്റ്റനന്റ് ഗവർണറുടെയും അനുമതിയില്ലാതെയാണ് ഈ നിയമനങ്ങൾ നടന്നതെന്നും ധനവകുപ്പിന്റെ അനുമതിയില്ലാതെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കരുതെന്ന് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നതായും ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയുടെ നിർദ്ദേശപ്രകാരമാണ് ദില്ലി വനിതാ കമ്മീഷനിലെ കരാർ അടിസ്ഥാനത്തിലുള്ള 223 ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഒരു നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് പറയാം. കീർത്തി. ശരി, ജിൽബിയാണ് വിവരങ്ങൾ.